ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഡിഗ്രീസ് ഈസ് ഈക്വൽ ടു 1 റേഡിയൻ? ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ഡിഗ്രീസ് ഈസ് ഈക്വൽ ടു 1 റേഡിയൻ. നമുക്കറിയാം പൈ റേഡിയൻ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 1 റേഡിയൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 ഡിവൈഡഡ് ബൈ പൈ ഡിഗ്രി ആയിരിക്കും, ശരിയല്ലേ? 1 റേഡിയൻ എന്ന് പറയുന്നത് 180 ഡിവൈഡഡ് ബൈ പൈ ഡിഗ്രി. സോ ഓപ്ഷൻ നമ്പർ ഡി. നമുക്ക് തിരിച്ചുകൂടെ ഒന്ന് നോക്കാം. പൈ റേഡിയൻ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി എന്തായിരിക്കും? 1 ഡിഗ്രി എന്തായിരിക്കും? പൈ ബൈ 180 റേഡിയൻ ആയിരിക്കും, ശരിയല്ലേ? ഇനി അതുപോലെ 2 ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും? 2 ഇൻറ്റു പൈ ബൈ 180 റേഡിയൻ ആയിരിക്കും. ഓക്കെ, അതുപോലെ 360 ഡിഗ്രി എങ്ങനെ കണ്ടുപിടിക്കാം? 360 ഇൻറ്റു പൈ ബൈ 180 റേഡിയൻ ആയിരിക്കും. ഇവിടെ നോക്കി, ഈ 180യും 360യും കൂടെ ക്യാൻസൽ ചെയ്തൂടെ? 2 എന്ന് കിട്ടൂലേ? അതായത് 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2 പൈ റേഡിയനുമാണ്, ശരിയല്ലേ? ഇങ്ങനെയും ഒരു ക്വസ്റ്റ്യൻ വരാം. അല്ലെങ്കിൽ 1 ഡിഗ്രി എത്ര റേഡിയൻ എന്ന് വരാം, പൈ ബൈ 180 ആണ്. അല്ലെങ്കിൽ 1 റേഡിയൻ എത്ര ഡിഗ്രി എന്നും വരാം, 1 റേഡിയൻ 180 ബൈ പൈ ആണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് ഇതാണ്. പൈ റേഡിയൻ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ? സൈൻ തീറ്റ, നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതാണ് നമ്മളെ തീറ്റ എങ്കിൽ ഇതതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരിക്കും. ഇതതിൻ്റെ ഹൈപ്പോട്ട്ന്യൂസ് ആയിരിക്കും. ഇതതിൻ്റെ അഡ്ജസൻറ്റ് സൈഡായിരിക്കും. ഓക്കെ, സൈൻ തീറ്റയാണ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇതാണ് ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അതേസമയം നമ്മൾ കോസ് തീറ്റയാണ് കൺസിഡർ ചെയ്യണമെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, നമ്മൾ ടാൻ തീറ്റയാണ് കൺസിഡർ ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഇത് നമ്മൾ തീറ്റ ഒരു ആംഗിളായിട്ട് കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നതിനെ ഓപ്പോസിറ്റ് സൈഡ് എന്നും ഈ സൈഡിനെ നമ്മൾ ഹൈപ്പോട്ട്ന്യൂസ് എന്നും ഈ സൈഡിനെ അഡ്ജസൻറ്റ് സൈഡ് എന്നും പറയും. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ആയിരുന്നു. ഇപ്പോൾ സൈൻ തീറ്റ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് സൈഡ്. സോ ഓപ്ഷൻ നമ്പർ എ, ശരിയല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഈക്വൽ ടു കോസ് തീറ്റ? കോസ് തീറ്റ അപ്പോൾ എന്തായിരിക്കും? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ശരിയല്ലേ? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്ഷൻ നമ്പർ ബി. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ? ടാൻ തീറ്റ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്ഷൻ നമ്പർ സി. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് ടാൻ തീറ്റ ഇഫ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 4/5? ഓക്കെ, നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്യാം. ഇതായിരുന്നു തീറ്റ, ഇതിനെ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നു, ഇതതിൻ്റെ ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറയുന്നു, ഇതതിൻ്റെ അഡ്ജസൻറ്റ് എന്ന് പറയുന്നു. നമുക്ക് തന്നിട്ടുണ്ട് വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് ടാൻ തീറ്റ. ഇവിടെ ടാൻ തീറ്റ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. സൈൻ തീറ്റ എന്ന് പറയുന്നത് 4/5 എന്ന് തന്നിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 4 ആണ്. ഹൈപ്പോട്ട്ന്യൂസ് എത്രയാണ്? 5 ആണ്. അതായത്
ഈ സൈഡ് 5ഉം ഈ സൈഡ് 4ഉം എന്നാണ് തന്നിട്ടുള്ളത്. ശരിയല്ലേ? അപ്പോൾ ഹൈപ്പോട്ട്ന്യൂസും അതിൻ്റെ ഈ സൈഡും അറിയാമെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് നമുക്ക് കണ്ടുപിടിക്കാം. പൈതഗോറസ് തിയറം അനുസരിച്ച് അല്ലേ? പൈതഗോറസ് തിയറം അനുസരിച്ച് ഹൈപ്പോട്ട്ന്യൂസ് സൈഡിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് സ്ക്വയർ പ്ലസ് അഡ്ജസൻറ്റ് സൈഡ് സ്ക്വയർ. ഓക്കെ, ബേസ് സ്ക്വയർ ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറയുമ്പോൾ 5 ആണ്. സോ 5 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് 4 ആണ്. 4 സ്ക്വയർ പ്ലസ് അഡ്ജസൻറ്റ് സ്ക്വയർ. 5 സ്ക്വയർ എത്രയാണ്? 25. 4 സ്ക്വയർ 16 പ്ലസ് അഡ്ജസൻറ്റ് സ്ക്വയർ. സോ 25 മൈനസ് 16 ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സ്ക്വയർ ആണ്. 25 മൈനസ് 16 എന്ന് പറയുമ്പോൾ 9 ആണ്. 9 ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സ്ക്വയർ. നമുക്ക് വേണ്ടത് അഡ്ജസൻ്റ് ആണല്ലേ? സോ അഡ്ജസൻറ്റ് ഈസ് ഈക്വൽ ടു √9. സോ ദ ആൻസർ ഈസ് 3. ഈ സൈഡ് എത്രയെന്ന് കിട്ടി? 3 എന്ന് കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ ടാൻ തീറ്റ ആയിരുന്നു. ടാൻ തീറ്റ എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആയിരുന്നു. ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. ഇവിടെ ഓപ്പോസിറ്റ് എത്രയാണ് കിട്ടിയത്? 4. അഡ്ജസൻ്റ് ഇപ്പോൾ കിട്ടിയ വാല്യൂ എത്രയാണ്? 3. 4/3. സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 4/3. ഓപ്ഷൻ നമ്പർ ഡി. ശരിയല്ലേ? ഓക്കെ. വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് തീറ്റ ഇഫ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു √3/2? ഓക്കെ, സൈൻ തീറ്റ എത്രയാണ്? √3/2. തീറ്റയുടെ വാല്യൂ എത്രയെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമ്മൾ സൈൻ്റെ വാല്യൂസ് എല്ലാം സൈൻ കോസ് ടാൻ്റെ വാല്യൂസ് നമ്മൾ പഠിക്കില്ലേ? നമുക്കൊന്ന് വരച്ച് നോക്കാം. 0, 30, 45, 60, 90 ഇത്രേൻ്റെ വാല്യൂസാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സൈൻ കോസ് ടാൻ. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ 0, 1, 0, 1, 0, ഇൻഫിനിറ്റി. ദെൻ ഇവിടെ 1/2, ഇവിടെ 1/2, ഇവിടെ √3/2, ഇവിടെ √3/2. ഓക്കെ, 1/√2, 1/√2. നമ്മൾ പഠിച്ചതാണ് ഇതിങ്ങനെ എഴുതാൻ എളുപ്പ മെത്തേഡിൽ. ടാൻ എന്ന് പറയുമ്പോൾ സൈൻ ബൈ കോസ് ആണ് അല്ലേ? സോ 1/2 ഡിവൈഡഡ് ബൈ √3/2. ആ 2 ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് എത്ര കിട്ടും? √3 എന്ന് കിട്ടും. ഒന്നുകൂടെ കാണിക്കണം. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആയിരുന്നു. അതായത് 1/2 ഡിവൈഡഡ് ബൈ √3/2. ഇത് തിരിച്ച് മുകളിൽ പോകുമ്പോൾ 2/√3. ഓക്കെ, 1/√3 എന്ന് കിട്ടും. പിന്നെ ഇവിടെ എന്ത് എഴുതുക? ന്യൂമറേറ്റർ എഴുതുക, ഇവിടെ ഡിനോമിനേറ്റർ എഴുതുക. ഇവിടെ നോക്കിയാൽ 1/√2 ഡിവൈഡ് ബൈ 1/√2 1 എന്ന് കിട്ടും. ഇത് അതുപോലെ √3 എന്നും കിട്ടും. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇത് എഴുതാനായിട്ട് നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഈ വാല്യൂസ് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് തീറ്റ? തീറ്റ കണ്ടുപിടിക്കുക, ആംഗിൾ കണ്ടുപിടിക്കുക. പക്ഷേ പറഞ്ഞിട്ടുണ്ട് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ √3/2. അപ്പോൾ സൈൻ √3/2 വരുന്നത് എവിടെയാണ്? സൈൻ 60 ഈസ് ഈക്വൽ ടു √3/2 ആണ്. നമുക്ക് മനസ്സിലായി. അപ്പോൾ √3/2 വരുന്ന വാല്യൂ ഏതാണ്? തീറ്റ ഏതാണ്? 60. ഓപ്ഷൻ നമ്പർ സി. ശരിയല്ലേ? വളരെ സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് ടാൻ 45? ടാൻ 45 കണ്ടുപിടിക്കുക. ഇഫ് സൈൻ 45 തന്നിട്ടുണ്ട്. സൈൻ 45 എത്രയാണ്? 1/√2 എന്ന് തന്നിട്ടുണ്ട്. സൈൻ 45 1/√2 ആണ്. ഓക്കെ, ടാൻ 45 എത്രയാണ്? 1 ആണ്. സിമ്പിളാണ്. ഇങ്ങനെ കണ്ടുപിടിക്കാം ഒന്നുകിൽ. അല്ലെങ്കിൽ നമുക്ക് നോക്കാം, നമുക്ക് ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വെച്ചൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. സൈൻ 45 ഡിഗ്രി 1/√2 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇത് ഓപ്പോസിറ്റ് സൈഡാണ്, ഇത് അഡ്ജസൻറ്റ് സൈഡാണ്, ഇത് ഹൈപ്പോട്ട്ന്യൂസ് സൈഡാണ്. സൈൻ 45 1/√2 ആണെങ്കിൽ സൈൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് 1 എന്നും ഹൈപ്പോട്ട്ന്യൂസ് √2 എന്നും പറഞ്ഞാണ് കിടക്കുന്നത്. നമുക്ക് ഈ അഡ്ജസൻറ്റ് സൈഡ് കണ്ടുപിടിച്ചൂടെ? എന്താണ്? ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു
ഓപ്പോസിറ്റ് സ്ക്വയർ പ്ലസ് അഡ്ജസൻറ്റ് സ്ക്വയർ. ശരിയല്ല? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ √2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് അഡ്ജസൻറ്റ് സ്ക്വയർ. √2ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് കിട്ടും? 2 എന്ന് തന്നെ കിട്ടും. 1 സ്ക്വയർ 1 പ്ലസ് അഡ്ജസൻറ്റ് സ്ക്വയർ അല്ലേ? ഈ 1 ഇപ്പുറത്ത് വരുമ്പോൾ എന്തായി? 2 - 1 ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സ്ക്വയർ. 2 - 1 എന്ന് പറഞ്ഞാൽ 1. 1 ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സ്ക്വയർ. സോ അഡ്ജസൻറ്റ് ഈസ് ഈക്വൽ ടു √1 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? അഡ്ജസൻറ്റ് 1 എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് വേണ്ട tan 45 ആണ്. tan 45 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓപ്പോസിറ്റ് എത്രയാണ്? 1. അഡ്ജസൻറ്റ് എത്രയാണ്? 1. സോ ദ ആൻസർ ഈസ് 1. ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 1 ആണ്. ഓപ്ഷൻ നമ്പർ സി. അടുത്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് sin 30? sin 30 കണ്ടുപിടിക്കാം. ഇഫ് cos 30 ഈസ് ഈക്വൽ ടു √3/2. cos 30 തന്നിട്ടുണ്ട് √3/2. cos 30 √3/2 ആണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ sin 30 എത്രയായിരിക്കും? നോക്കിയേ, 1/2. സോ ദ ആൻസർ ഈസ് ബി, 1/2. ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇങ്ങനെ ഒന്നീ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്തുകൊണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. cos 30 ഇത് 30 ഡിഗ്രി. ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസൻറ്റ് സൈഡ്, ഹൈപ്പോട്ടന്യൂസ് സൈഡ്. cos 30 എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇത് √3, ഇത് 2 എന്നും കിട്ടി. ഓക്കെ, ഈ സൈഡ് നമ്മൾ കണ്ടുപിടിക്കണം. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സ്ക്വയർ പ്ലസ് അഡ്ജസൻറ്റ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 2 സ്ക്വയർ. ഓപ്പോസിറ്റ് അറിഞ്ഞുകൂടാ. അഡ്ജസൻറ്റ് √3 സ്ക്വയർ. ശരിയല്ലേ? 2 സ്ക്വയർ 4 എന്ന് കിട്ടി. ഓപ്പോസിറ്റ് സ്ക്വയർ പ്ലസ് √3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 ആയി. ഓക്കെ, 4 - 3 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സ്ക്വയർ. 1 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സ്ക്വയർ. സോ ഓപ്പോസിറ്റ് സൈഡ് ഈസ് ഈക്വൽ ടു √1. സോ വാല്യൂ 1. ഓപ്പോസിറ്റ് സൈഡ് എത്രയെന്ന് കിട്ടി? 1 എന്ന് കിട്ടി. നമുക്ക് വേണ്ടത് sin 30 ആണ്. sin 30 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് 1, ഹൈപ്പോട്ടന്യൂസ് 2. 1/2. ഓക്കെ, വാട്ട് ഈസ് 1 പ്ലസ് cot സ്ക്വയർ തീറ്റ? നമുക്കതിന് മുമ്പ് sin സ്ക്വയർ തീറ്റ പ്ലസ് cos സ്ക്വയർ തീറ്റ എത്രയാണ്? 1. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എഴുതിക്കൂടെ? sin സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 - cos സ്ക്വയർ തീറ്റ എന്ന് വേണമെങ്കിൽ എഴുതാം. അതിൽ തന്നെ cos സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 - sin സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ ഈ ഒരു സെറ്റ്. ഓക്കെ, ഇനി അതുപോലെ കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 ആണ്. അങ്ങനെയാണെങ്കിൽ കൊസീക് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താവും? 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ആവും. ഇനി അതുപോലെ കോട്ട് സ്ക്വയർ തീറ്റ എന്താവും? കോട്ട് സ്ക്വയർ തീറ്റ കൊസീക് സ്ക്വയർ തീറ്റ -1 ആവും. ഇത് അടുത്ത സെറ്റ്. ഇനി അതുപോലെ സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് സി സ്ക്വയർ തീറ്റ എന്തായി? 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റയായി. അതുപോലെ ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായി? സീക് സ്ക്വയർ തീറ്റ -1 ആയി. അപ്പോൾ ഈ 3 രീതിയിലുള്ള ഒന്നും വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇവിടെ ചോദിച്ചേക്കെന്ന് പറഞ്ഞാൽ 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റയാണ്. 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റയാണ്. എന്താണ്? കൊസീക് സ്ക്വയർ തീറ്റ. ഓപ്ഷൻ നമ്പർ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി വാൾ where the ladder touches the wall if the ladder is 2.5 meter long, makes an angle of 60 degree with the ground. അല്ലേ, നമുക്ക് ഡയഗ്രാം തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി വാൾ? ഇതാണ് വാളിൻ്റെ ഹൈറ്റ്. ഇത് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. where ladder touch the wall if the ladder is 2.5 meter long. ladder 2.5 meter long ആണ്. makes an angle of 60 degree with the ground. ഇത്രയും പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്.
ഇത് തീറ്റയാണെങ്കിൽ ഇതിൻ്റെ സൈഡ് ഏതാണ്? ഇത് ഓപ്പോസിറ്റ് സൈഡാണ്. ഇത് ഹൈപ്പോട്ടന്യൂസാണ്, ഇത് അഡ്ജസൻ്റാണ്. നമുക്ക് സൈൻ ചെയ്യണോ കോസ് ചെയ്യണോ ടാൻ ചെയ്യണോ എന്ന് നമ്മൾ നോക്കുക. ആദ്യം നോക്കിയേ, തീറ്റ 60 ഓപ്പോസിറ്റ് സൈഡ് അറിഞ്ഞുകൂടാ, ഹൈപ്പോട്ടന്യൂസ് അറിയാം. അപ്പോൾ നമുക്ക് ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? സൈൻ 60 നമുക്ക് കണ്ടുപിടിക്കാം. ശരിയല്ലേ? സൈൻ 60 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എക്സ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 2.5 മീറ്റർ. സൈൻ 60. സൈൻ 60യുടെ വാല്യൂ അറിയാമോ? സൈൻ 60 എത്രയാണ്? √3/2 ആണ്. ശരിയല്ലേ? സോ √3/2 ഈസ് ഈക്വൽ ടു x/2.5 എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് ചെയ്യാം. √3 × 2.5 ഈസ് ഈക്വൽ ടു 2x. √3 × 2.5 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു x എന്ന് കിട്ടും. √3യുടെ വാല്യൂ എത്രയാണ്? 1.732 × 2.5 ഡിവൈഡഡ് ബൈ 2. നമുക്ക് ചെയ്ത് നോക്കാം. 25 0.668 4.643. ഓക്കെ, 4.3300 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഡിവൈഡഡ് ബൈ 2 ക്യാൻസൽ ചെയ്ത് നോക്കാം. 21650. എത്ര പോയിന്റ് മാറ്റണം? 1 2 3 4 അല്ലേ? ഓക്കെ, ആൻസർ ഈസ് 2.1650. 2.1650 മീറ്റർ. ഓപ്ഷൻ നമ്പർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് AC? AC കണ്ടുപിടിക്കുക. ഓക്കെ, ഹൈറ്റ് ഓഫ് AC ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ഇതിൻ്റെ അഡ്ജസൻ്റ് സൈഡാണ്. ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് സൈഡാണ് അല്ലേ? നമുക്ക് ആംഗിൾ തന്നിട്ടുണ്ട് 60 ഡിഗ്രിയാണ്. അഡ്ജസൻ്റ് സൈഡ് 100 മീറ്ററും തന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കുക. നമുക്ക് ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? സൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ, കോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ, ടാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ? സൈൻ ആകുമ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അപ്പോൾ ഇതും അറിഞ്ഞൂടെ ഇതും അറിഞ്ഞൂടെ, പറ്റില്ല. കോസ് ആകുമ്പോൾ കോസ് ആകുമ്പോൾ അഡ്ജസൻ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അപ്പോൾ ഇതറിയാം അല്ലേ, ഇതറിഞ്ഞൂടാ. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട ഏതാണ്? ടാൻ ആകുമ്പോഴോ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ്. നമുക്ക് ടാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമല്ലേ നല്ലത്. ടാൻ 60 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്, അതായത് AC ഡിവൈഡഡ് ബൈ അഡ്ജസൻ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡിന് നമുക്ക് x എന്ന് കൊടുക്കാം. അഡ്ജസൻ്റ് സൈഡ് 100 മീറ്ററും തന്നിട്ടുണ്ട്. ടാൻ 60യുടെ വാല്യൂ എത്രയാണ് നോക്കിയേ? ടാൻ 60യുടെ വാല്യൂ എത്രയാണ്? ടാൻ 60 √3 ആണ്. സോ √3. ഓക്കെ, √3 ഈസ് ഈക്വൽ ടു x/100 എന്ന് കിട്ടി. നമുക്ക് വേണ്ടത് √3യുടെ വാല്യൂ 1.732 ആണ്. ഈസ് ഈക്വൽ ടു x/100. സോ x ഈസ് ഈക്വൽ ടു 1.732 × 100, അതായത് 173.2. 173.2. ഓപ്ഷൻ നമ്പർ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് ഇഫ് എ ലാഡർ അറ്റ് 45 ഡിഗ്രി ടച്ചസ് ദി ബിൽഡിംഗ് പ്ലേസ്ഡ് 60 മീറ്റർ ഫ്രം ദി ബേസ് ഓഫ് ദി ബിൽഡിംഗ്? ഓക്കെ, ഇതാണ് കണ്ടീഷൻ. വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്? ഇതാണ് നമ്മളെ ബിൽഡിംഗ് എന്നിരിക്കട്ടെ. നമ്മളെ ബിൽഡിംഗ് ഇതാണ്. ഇതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇഫ് എ ലാഡർ അറ്റ് 45 ഡിഗ്രി ടച്ചസ് ദി ബിൽഡിംഗ്, ഇതാണ് നമ്മളെ ലാഡർ. 45 ഡിഗ്രിയിൽ ടച്ച് ചെയ്ത് വെച്ചേക്കാണ് ബിൽഡിങ്ങിൽ. ഓക്കെ, പ്ലേസ്ഡ് 60 മീറ്റർ ഫ്രം ദി ബേസ് ഓഫ് ദി ബിൽഡിംഗ്. പ്ലേസ്ഡ് 16 മീറ്റർ ഫ്രം ദി ബേസ് ഓഫ് ദി ബിൽഡിംഗ്. ബിൽഡിങ്ങിൻ്റെ ബേസ് ഇതാണ്, അവിടെ നിന്ന് 16 മീറ്റർ മാറ്റി. മനസ്സിലായോ? അപ്പോൾ ഇത് 45 ആണെങ്കിൽ ഈ സൈഡ് ഓപ്പോസിറ്റ് സൈഡാണ്, ഇതതിൻ്റെ അഡ്ജസൻ്റ് സൈഡാണ്, ഇതതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് സൈഡാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി?
ടാൻ 45 കണ്ടുപിടിച്ചാൽ മതി അല്ലേ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ടാൻ 45 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എക്സ് ആണ്, നമുക്കറിയത്തില്ല. അഡ്ജസൻറ്റ് സൈഡ് 16 മീറ്ററും തന്നിട്ടുണ്ട്. ടാൻ 45ൻ്റെ വാല്യൂ എത്രയാണ്? ഓക്കെ, ടാൻ 45 എത്രയാണ്? 1 ആണ്. സോ 1 ഈസ് ഈക്വൽ ടു എക്സ് ബൈ 16. സോ അല്ലേ, എക്സ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 16, അതായത് 16 മീറ്റർ. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എത്രയാണ്? 16 മീറ്റർ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് എ ലൈറ്റ് ഹൗസ് ഓഫ് 15 മീറ്റർ ഹൈറ്റ് സീൻ അറ്റ് എ പോയിൻറ്റ് 15 മീറ്റർ എവേ ഫ്രം ദി ബേസ്? ഓക്കെ, വാട്ട് ഈസ് ദി ആംഗിൾ ഓഫ് എലിവേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ആംഗിൾ ഓഫ് എലിവേഷൻ ടോപ്പ് ഓഫ് ദി ബിൽഡിങ്ങിലേക്ക്, അതാണ് തീറ്റയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്താണ് നമ്മളിവിടുത്തെ തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇവിടെ നോക്കിയേ, സൈൻ വേണോ കോസ് വേണോ ടാൻ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഇതതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്, ശരിയല്ലേ? ഇതതിൻ്റെ അഡ്ജസൻറ്റ് സൈഡാണ്, ഇതതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് സൈഡാണ്. ഓക്കെ, നമുക്കിവിടെ ടാൻ തീറ്റ തന്നെ കണ്ടുപിടിക്കാം. ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 15 മീറ്റർ. അഡ്ജസൻറ്റ് സൈഡ് എത്രയാണ്? 15 മീറ്റർ. ടാൻ തീറ്റ നമുക്ക് എത്രയെന്ന് കിട്ടി? 15 ക്യാൻസൽ ആയിപ്പോയി, 1 എന്ന് കിട്ടി. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ടാൻ തീറ്റയുടെ വാല്യൂ 1 വന്നു കഴിഞ്ഞാൽ ആംഗിൾ ഏതാണ്? ടാൻ തീറ്റയുടെ വാല്യൂ 1 വന്നു കഴിഞ്ഞാൽ ആംഗിൾ ഏതാണ്? 45 ഡിഗ്രിയാണ്. സോ തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. ശരിയല്ലേ? ഓപ്ഷൻ നമ്പർ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ആംഗിൾ ഓഫ് തീറ്റ? തീറ്റ കണ്ടുപിടിക്കുക. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്, ഇത് ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡാണ്, ഇത് ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് സൈഡാണ്. ഇവിടെ നമുക്ക് ടാൻ തീറ്റ തന്നെ കണ്ടുപിടിക്കാം. ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ശരിയല്ലേ? അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 100√3. അഡ്ജസൻറ്റ് സൈഡ് എത്രയാണ്? 100. 100ഉം 100ഉം ക്യാൻസൽ ആയിപ്പോയി. സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു √3 എന്ന് പറഞ്ഞു വന്നു. ടാൻ തീറ്റ √3 വരണമെങ്കിൽ തീറ്റ ഏതായിരിക്കും വാല്യൂ? ടാൻ തീറ്റ √3 വരണമെങ്കിൽ തീറ്റ ഏതായിരിക്കും വാല്യൂ? 60 ഡിഗ്രി ആയിരിക്കണം അല്ലേ? ടാൻ 60 എത്തെന്ന് പറയുന്നത് √3. സോ തീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഓപ്ഷൻ നമ്പർ സി ആണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി ടേം ഫോർ ദി ഒബ്ജെക്റ്റ് സീൻ ഹയർ ദാൻ ഐ ലെവൽ? ഓക്കെ, ഇതൊരു ബിൽഡിംഗ് ആണ്. ഒരാളിവിടെ നിൽക്കുകയാണ്. ഓക്കെ, ഒരാളിവിടെ നിൽക്കുക. ഇവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഐ ലെവൽ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതല്ലേ അദ്ദേഹത്തിൻ്റെ ഐ ലെവൽ? ഇവിടെ നിന്ന് ഐ ലെവലിൻ്റെ മുകളിൽ നോക്കുകയാണ്. ദി ടേം ഓഫ് ദി ഒബ്ജെക്റ്റ് സീൻ ഹയർ ദാൻ ഐ ലെവൽ, ഐ ലെവലിനെക്കാട്ടിയും ഹയർ, മുകളിലേക്ക് അദ്ദേഹം നോക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? ആംഗിൾ ഓഫ് എലിവേഷനാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരാൾ നിൽക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഐ ലെവൽ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഐ ലെവലിൽ നിന്ന് അദ്ദേഹം മുകളിലേക്ക് നോക്കുകയാണ്. ടേം ഓഫ് ദി ഒബ്ജെക്ട് സീൻ ഹയർ ദാൻ ഐ ലെവൽ, ഐ ലെവലിനെക്കാട്ടിയും ഹയർ ആയിട്ട് നോക്കുകയാണ്, അതായത് ഈ ഒബ്ജക്റ്റിൻ്റെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നോക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് വിളിക്കുന്നു. ഇനി നേരെ തിരിച്ച് അദ്ദേഹത്തിൻ്റെ ഐ ലെവൽ ഇതാണ്, അദ്ദേഹം ഈ ബിൽഡിങ്ങിൻ്റെ താഴെ ബോട്ടം സർഫസിലേക്ക് നോക്കുകയാണ്. ഇങ്ങനെയാണ് അദ്ദേഹം നോക്കുന്നത്. ദി ടേം ഫോർ ദി ഒബ്ജെക്ട് സീൻ ലോവർ ദാൻ ഐ ലെവൽ, അദ്ദേഹത്തിൻ്റെ ഐ ലെവലിൽ നിന്ന് താഴേക്ക് നോക്കുകയാണ്, ലോവറിലേക്ക് നോക്കുകയാണ്. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്നും വിളിക്കുന്നു. പറയുന്നത് മനസ്സിലായോ? ഓക്കെ, ഈ നമ്മളെ ട്രിഗണോമെട്രി ഡിസ്കസ് ചെയ്ത ഈ ക്വസ്റ്റ്യൻ ബാങ്കിലെ ക്വസ്റ്റ്യൻസ് നോക്കുക. അതോടൊപ്പം തന്നെ നമ്മളെ ട്രിഗണോമെട്രിയുടെ ക്ലാസ്സും ഈ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രിഗണോമെട്രിയുടെ ക്ലാസ്സും ഫുള്ളും കാണുക.